പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഇന്ന് ഹിഫ്ദ് പൂർത്തിയാക്കുന്ന നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഈ ദിവസം ഒരു സ്പെഷ്യൽ ഡേ ആണ്. വാദിഹുദയിൽ നിന്ന്, വാദിഹുദ വിമൻസ് അക്കാദമിയിൽ നിന്ന് 9 വിദ്യാർത്ഥിനികൾ ഹിഫ്ദുൽ ഖുർആൻ പൂർത്തീകരിക്കുന്നു എന്നത് ഹിഫ്ദുൽ ഖുർആൻ പൂർത്തീകരിക്കുന്നു എന്നതുകൊണ്ട് മാത്രമല്ല ഇത് സ്പെഷ്യൽ ആവുന്നത്. അവർ ഡിഗ്രിയോടൊപ്പം, അവരുടെ പഠനത്തോടൊപ്പം, ഔപചാരിക വിദ്യാഭ്യാസത്തോടൊപ്പം അത് പൂർത്തീകരിക്കുന്നു എന്നതാണ് അതിൽ ഏറ്റവും സവിശേഷമായ കാര്യം. 3 വർഷം മുമ്പ് ഈ ഒരു സംവിധാനം ഉദ്ഘാടനം ചെയ്തത് സയ്യിദ് മുനവ്വർ അലി തങ്ങളാണ്. അന്ന് അദ്ദേഹം പറഞ്ഞത് ഞാൻ ഓർക്കുന്നു, ഇത് കേരളത്തിലെ പുതിയ പരീക്ഷണമാണ്. ഹിഫ്ദുൽ ഖുർആൻ സ്ഥാപനങ്ങൾ ധാരാളമുണ്ട് കേരളത്തിൽ. പക്ഷേ മുതിർന്ന പെൺകുട്ടികൾക്ക് അവരുടെ യൂണിവേഴ്സിറ്റി പഠനത്തോടൊപ്പം ഹിഫ്ദിന് സന്ദർഭം ഒരുക്കുക എന്നത് ആദ്യമാണ്. ആ പരീക്ഷണം വിജയകരമായി പൂർത്തീകരിച്ചിരിക്കുന്നു എന്നതാണ് ഇന്നിവിടെ നിൽക്കുമ്പോൾ നമുക്ക് ഏറ്റവും അനുഭൂതിദായകമായ കാര്യം. അതിന്റെ എല്ലാ വികാരങ്ങളും ഇവിടെ ബഷീർ സാഹിബിന്റെ തന്നെ സംഭാഷണത്തിൽ വന്നു കഴിഞ്ഞു. ധാരാളമായി എന്തെങ്കിലും അതിനെക്കുറിച്ച് പറയണം എന്ന് തോന്നുന്നില്ല. നമ്മുടെ ഈ മക്കൾ ഒരു പുതിയ മാതൃക, ഒരു മോഡൽ കേരളത്തിന് മുന്നിൽ സമർപ്പിച്ചിരിക്കുന്നു എന്നാണ് നമുക്കതിൽ നിന്ന് മനസ്സിലാവുന്നത്. അതില് നേരത്തെ പറഞ്ഞ പോലെ 6 മാസം മുതൽ മേൽപോട്ട് സമയമെടുത്ത് ഖുർആൻ ഹിഫ്ദ് ചെയ്ത വിദ്യാർത്ഥിനികളുണ്ട് എന്നാണ് മനസ്സിലാവുന്നത്. അവരുടെ അധ്യാപകരോട് സംസാരിക്കുമ്പോൾ പലപ്പോഴും നമുക്ക് മനസ്സിലായത് ആശയം ഗ്രഹിച്ചുകൊണ്ട് തന്നെ അവർക്ക് അതിന് സാധ്യമാകുന്നു എന്നതാണ്. സാധാരണഗതിയിൽ നമ്മൾ ഹിഫ്ദിന് മക്കളെ പറഞ്ഞയക്കുന്നത് ചെറിയ പ്രായത്തിലാണ്. അവർ പലപ്പോഴും നിർബന്ധിതമായാണ് ഹിഫ്ദ് ചെയ്യുന്നത്. ഇതുപോലുള്ള സംവിധാനങ്ങളിൽ, ഹിഫ്ദ് പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങളിൽ പലപ്പോഴും ഈ മക്കളെ പേടിപ്പിച്ചും ഭയപ്പെടുത്തിയുമാണ് ഹിഫ്ദിനെ അവരെ സജ്ജരാക്കുന്നത്. അതിരാവിലെ ഉണർന്ന് ലക്നൌവില് ദാറുൽ ഉലൂം ദുബൈയിലാണ് ഞാൻ പഠിച്ചത്. അപ്പൊ അവിടെ ഹിഫ്ദ് സംവിധാനം നമുക്ക് കാണാൻ കഴിയും. രാവിലെ 3 മണിക്കും 3:30 മണിക്കും ഒക്കെ കുട്ടികൾ ഇങ്ങനെ, ചെറിയ കുഞ്ഞു മക്കള് പള്ളിയിൽ ഇരുന്നിട്ട് ഇങ്ങനെ ഹിഫ്ദ് ചെയ്യുന്നുണ്ടാകും. അവർക്ക് അതിനുള്ള അവരുടെ അതിന് മുന്നിലുള്ള അവർക്കുള്ള പ്രേരകം എന്ന് പറയുന്നത് ഉസ്താദിന്റെ കയ്യിലുള്ള വടിയാണ്. ചെറിയ തെറ്റിന് അവർക്ക് ലഭിക്കുന്ന ശിക്ഷ, ഇതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് ചിലപ്പോൾ അവര് പഠിച്ചു പോകും. പക്ഷെ ഇന്ന് നമ്മുടെ മക്കൾ, നമുക്ക് അഭിമാനം തരുന്ന ഏറ്റവും സുപ്രധാനമായ കാര്യം, സ്വയം മോട്ടിവേറ്റഡായി അവർ പഠിക്കുന്നു എന്നതാണ്. പരസ്പരം അവർ പ്രചോദനങ്ങളായി തീരുന്നു എന്നതാണ്. ആശയം ഗ്രഹിച്ചുകൊണ്ട് പഠിക്കാൻ ശ്രമിക്കുന്നു എന്നതാണ്. ഹിഫ്ദ് പഠിച്ചത് ഓതി കേൾപ്പിക്കുമ്പോൾ അതിൽ വരുന്ന അതിന്റെ തുടർച്ച ഒരു പക്ഷേ ചിലപ്പോഴൊക്കെ ഒരു വേള സ്റ്റക്കാകുമ്പോൾ ആശയം ഗ്രഹിച്ചുകൊണ്ട് തുടർന്ന് അങ്ങോട്ട് പാരായണം ചെയ്യാൻ അവർക്ക് സാധിക്കുന്നു എന്നുള്ളത് ഈ തഹ്ഫീദുൽ ഖുർആനിൽ എനിക്ക് തോന്നുന്നു സാധാരണഗതിയിൽ സംഭവിക്കുന്ന ഒരു കാര്യമല്ല. നമ്മുടെ കുഞ്ഞുങ്ങൾ, നമ്മുടെ മക്കൾ അങ്ങനെ ഒരു മോഡൽ കൂടി സൃഷ്ടിച്ചിരിക്കുന്നു എന്നുള്ളത് തീർച്ചയായും നമുക്ക് അഭിമാനിക്കാവുന്ന ഒരു കാര്യമായിട്ട് മനസ്സിലാക്കുകയാണ്. സ്വയം മോട്ടിവേറ്റഡായി ഇതിന് വന്നിരിക്കുന്നു എന്നതാണ് ഇതിൽ ഏറ്റവും സുപ്രധാനമായ കാര്യം. ബഷീർ സാഹിബിന്റെ പ്രസംഗം കേട്ടിട്ട് ചിലപ്പോൾ ഇവിടുന്ന് ആളുകളൊക്കെ തീരുമാനിച്ചിട്ട് എന്നാ പിന്നെ എന്റെ കുട്ടീനെ ഞാൻ പറഞ്ഞേക്കുമെന്ന്. അങ്ങനെ നിർബന്ധിച്ച് പറഞ്ഞയച്ചതുകൊണ്ട് കാര്യം ഉണ്ടാവും എന്ന് തോന്നുന്നില്ല. അവരിൽ ആ പ്രചോദനം നൽകുകയും അവരെ സ്വയം അതിനു വേണ്ടി പ്രചോദിപ്പിക്കുകയും അങ്ങനെ സ്വയം മുന്നോട്ട് വരികയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ തീർച്ചയായും കുറഞ്ഞ കാലയളവിൽ തന്നെ അവരുടെ ഔപചാരിക പഠനങ്ങൾക്ക് തടസ്സം നിൽക്കാതെ തന്നെ നമുക്കിത് പൂർത്തീകരിക്കാൻ കഴിയും എന്നാണ് ഈ മക്കൾ ഇന്നിവിടെ തെളിയിച്ചിരിക്കുന്നത്. ഇതില് നേരത്തെ സലാം സാഹിബ് പറഞ്ഞ നമ്മുടെ ഒരു പ്രതിസന്ധി എന്താണെന്ന് ചോദിച്ചാൽ, ഇതിലേക്ക് കടന്നു വരുന്നത് വളരെ കുറഞ്ഞ കുട്ടികളാണ്, കുറഞ്ഞ ആളുകളാണ്. അങ്ങനെ ആകുമ്പോഴാണ് അതിന്റെ ഭൗതിക സൗകര്യങ്ങൾ ചേർത്തു പിടിക്കുന്നതിൽ മാനേജ്മെന്റിന് പ്രയാസമുണ്ടാകുന്നത്. ഈ ഇരിക്കുന്ന ആളുകളെല്ലാം ഒന്ന് ആഞ്ഞു ശ്രമിക്കുന്നുവെങ്കിൽ അത്തരം തൽപരരായ, ഖുർആൻ പഠനത്തിന് തൽപരരായ വിദ്യാർത്ഥിനികളെ കണ്ടെത്തി നമുക്ക് ഈ സംവിധാനത്തെ വിജയിപ്പിച്ചെടുക്കാൻ സാധിക്കുന്നുവെങ്കിൽ അത് തീർച്ചയായും കേരളത്തിലെ തന്നെ ഏറ്റവും
മഹത്തരമുള്ള സംവിധാനമാക്കിയിട്ട് നമുക്ക് വളർത്തിയെടുക്കാൻ കഴിയും എന്ന കാര്യത്തിൽ നമുക്ക് സംശയമില്ല. ദീർഘിപ്പിക്കുന്നില്ല. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ഈ മക്കളെ പടച്ചതമ്പുരാൻ അനുഗ്രഹിക്കുമാറാവട്ടെ. അവരുടെ രക്ഷിതാക്കളെ അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രത്യേകമായി അവരുടെ ഗുരുനാഥന്മാരെ റബ്ബ് തുണക്കുമാറാകട്ടെ. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.